നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. റഷ്യയും പുടിനും ലോകം കൈവേളയിലാക്കാൻ തുടങ്ങുന്നു. റഷ്യയുടെ കയ്യിലുള്ളത് ഹിരോഷിമയേക്കാൾ 4 ഇരട്ടി പ്രഹരശേഷിയുള്ള ആണവായുധം. അതുകൊണ്ട് തന്നെ പുടിനെ പ്രകോപിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് അത്ര നല്ലതല്ലെന്ന് മുന്നറിയിപ്പ്. റഷ്യൻ പതാകയേന്തിയ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തിരിക്കുകയാണ് അമേരിക്കൻ സൈന്യം. മാരിനേര എന്ന പേരുള്ള കപ്പലാണ് വടക്കൻ അറ്റ്ലാന്റിക്കിൽ വെച്ച് അമേരിക്കൻ കോസ്റ്റ് ഗാർഡും US സൈന്യവും ചേർന്ന് പിടിച്ചെടുത്തത്. 2 ആഴ്ച പിന്തുടർന്ന ശേഷമാണ് നടപടി. ലോകത്തെവിടെയും വെനസ്വേലയുടെ ഉപരോധത്തിലുള്ള എണ്ണയുടെ നീക്കം തടയുമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പെറ്റ് ഹെഗ്സെത്ത് പറയുന്നു. അമേരിക്കൻ നാവികസേന വെനസ്വേലയ്ക്ക് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപരോധം നേരിടുന്ന എണ്ണക്കപ്പലുകൾക്കെതിരായ അമേരിക്കയുടെ നീക്കം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. റഷ്യൻ രജിസ്ട്രിക്ക് കീഴിൽ ബെല്ല 1 എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കപ്പൽ അടുത്തിടെയാണ് മാരിനേര എന്ന പേര് മാറ്റിയത്. ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച കപ്പലിനെ ഡിസംബറിൽ കരീബിയൻ കടലിൽ വെച്ച് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് തടയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കടന്നു. ഇതോടെ അമേരിക്കൻ നിരീക്ഷണ വിമാനങ്ങൾ കപ്പലിനെ ദിവസങ്ങളോളം നിരീക്ഷിച്ചു. UKയിലെ RAF മൈൽഡൻ ഹാളിൽ നിന്നുള്ള P-8 നിരീക്ഷണ വിമാനങ്ങൾ കപ്പലിന്റെ നീക്കം നിരീക്ഷിച്ചു. കപ്പൽ വടക്കോട്ട് നീങ്ങി UK തീരത്തോട് അടുത്തു വന്നപ്പോൾ അമേരിക്കൻ സൈന്യം പിടിച്ചെടുക്കുകയും ചെയ്തു. അമേരിക്ക പിടിച്ചെടുത്ത കപ്പലിൽ 3 ഇന്ത്യൻ പൗരന്മാർ കൂടിയുണ്ട്. 17 യുക്രൈൻ പൗരന്മാരും 6 ജോർജിയക്കാരും ഉൾപ്പെടെ 28 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഉപരോധം ലംഘിച്ചെന്ന് ആരോപിച്ചായിരുന്നു റഷ്യൻ പതാകയേന്തിയ മാരിനേര കപ്പൽ US പിടിച്ചെടുത്തത്. വെനസ്വേലയിലെ US അധിനിവേശത്തിന് ശേഷം അമേരിക്ക പിടിച്ചെടുത്ത 2 എണ്ണ ടാങ്കറുകളിൽ ഒന്നാണ് മരിനേര. അന്താരാഷ്ട്ര സമുദ്ര നിയമം ലംഘിച്ചാണ് US സേന കപ്പൽ പിടികൂടിയത്. അമേരിക്കയുടെ പ്രവൃത്തി നിയമവിരുദ്ധമാണെന്നും കപ്പലിനെയും കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരെയും എത്രയും പെട്ടെന്ന് വിട്ടുനിൽക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലും യൂറേഷ്യയിലും അമേരിക്കൻ ഇടപെടലുകൾക്ക് എതിരായി നിലകൊള്ളുന്ന ശക്തികൾ തമ്മിലുള്ള ഏകോപനം ശക്തമാകുന്ന സാഹചര്യത്തിൽ റഷ്യ-ഇറാൻ ബന്ധവും ഭാവിയിലെ ഏതൊരു സംഘർഷത്തിലും നിർണായക ഘടകമായി മാറാൻ സാധ്യതയുണ്ട്. ഭൂമിശാസ്ത്രപരവും സാമ്പത്തികവും സാമൂഹിക രാഷ്ട്രീയവുമായ ഇടപെടലുകളുടെ ഒരു നീണ്ട ചരിത്രമാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളത്. 1720 വരെ ഉപരിതലത്തിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം ഏറെക്കുറെ സൗഹൃദപരമായിരുന്നു. രണ്ടും തുല്യതയുടെ തലത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് അവരുടെ ബന്ധത്തിൽ ഏറ്റക്കുറച്ചിലുകളും വന്നു. ഭൂമിയെ വിറപ്പിക്കുന്ന സൈനിക കരുത്തും ആധുനിക ആയുധപ്പുരകളുമായി റഷ്യ എന്ന മഹാശക്തി ഇരമ്പുമ്പോൾ യൂറോപ്പിൻ്റെ നിലനിൽപ്പ് ഇന്ന് ഒരു നൂൽപ്പാലത്തിലാണ്. വ്ളാഡിമിർ പുടിൻ എന്ന ഭരണാധികാരി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നേരെ ഉയർത്തുന്ന ഓരോ വാക്കും വെറുമൊരു മുന്നറിയിപ്പല്ല, മറിച്ച് റഷ്യൻ കരുത്തിനെ അവഗണിക്കുന്നവർക്കുള്ള അന്ത്യശാസനം കൂടിയായി വരുന്നു. കടൽ കടന്നുവരുന്ന അമേരിക്കൻ സഹായത്തിൽ വിശ്വസിച്ച് റഷ്യയോട് കൊമ്പുകോർക്കാൻ നിൽക്കുന്നത് ആത്മഹത്യാപരമാണെന്നും റഷ്യയുടെ പ്രഹരശേഷിക്ക് മുന്നിൽ യൂറോപ്പിൻ്റെ പ്രതിരോധ കവചങ്ങൾ വെറും കടലാസ കൊട്ടാരങ്ങൾ മാത്രമാണെന്നും പുടിൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. യൂറോപ്പിൻ്റെ സുരക്ഷ അമേരിക്കയുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നവരെ പുടിൻ ഒരു ക്രൂരമായ യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുന്നു. റഷ്യയുമായി നേരിട്ടൊരു ആണവ യുദ്ധമുണ്ടായാൽ പാരീസിനും ലണ്ടനും വേണ്ടി വാഷിംഗ്ടണും ന്യൂയോർക്കും ചാരമാക്കാൻ അമേരിക്ക അനുവദിക്കുമോ എന്ന ലളിതമായ ചോദ്യത്തിന് മുന്നിൽ യൂറോപ്പ് ഇന്ന് ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുകയാണ്. സ്വന്തം സുരക്ഷ പണയം വെച്ച് അമേരിക്കയുടെ കരുണയ്ക്കായി കൈനീട്ടുന്ന യൂറോപ്യൻ നേതാക്കൾ അമേരിക്കയിലെ രാഷ്ട്രീയ കാറ്റ് മാറുമ്പോൾ തങ്ങൾ അനാഥരാകുമെന്ന് തിരിച്ചറിയുന്നില്ല. ഒരു ആണവ പ്രതിസന്ധിയിൽ സ്വന്തം ജനതയെ അപകടത്തിലാക്കി യൂറോപ്പിനെ രക്ഷിക്കാനൊന്നും അമേരിക്ക വരില്ല എന്ന കൈപ്പുള്ള സത്യമാണ് പുടിൻ ഇപ്പോൾ വിളിച്ചു പറയുന്നത്. അമേരിക്കയ്ക്ക് പോലും റഷ്യയോട് കൊമ്പുകോർക്കാൻ കുറച്ചൊന്ന് ഭയപ്പെടണം. റഷ്യയുടെ അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയെയും പോരാട്ട വീര്യത്തെയും വെല്ലുവിളിക്കാമെന്ന ധാരണ തന്നെ വെറും പാഴ്ക്കിനാവാണെന്നാണ് വ്ളാഡിമിർ പുടിൻ ശക്തമായി അടിവരയിട്ട് പറയുന്നത്. റഷ്യയെ ഭീഷണിപ്പെടുത്തുകയോ സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്യാമെന്ന് കരുതുന്ന ഏതൊരു ശക്തിയും തങ്ങൾ കണക്കുകൂട്ടാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രത്യാഘാതങ്ങളെയാണ് നേരിടേണ്ടി വരികയെന്ന് അദ്ദേഹം തുറന്ന ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് വെറും വീമ്പു പറച്ചിലല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി രൂപപ്പെടുത്തിയെടുത്ത റഷ്യയുടെ പ്രതിരോധ സിദ്ധാന്തത്തിൻ്റെ സാരാംശമാണെന്നും പുടിൻ സൂചിപ്പിക്കുന്നു. റഷ്യയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് മുൻകൂർ മുന്നറിയിപ്പ് നൽകുന്ന അത്യാധുനിക സംവിധാനങ്ങളിലേക്കാണ് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ ക്ഷണിച്ചത്. അമേരിക്കയ്ക്കുള്ളതിനെ സമാനമായും ചില മേഖലകളിൽ അതിനെ മറികടക്കുന്നതുമായ സ്പേസ് റെക്കണൈസൻസ് സംവിധാനങ്ങളും മിസൈൽ മുന്നറിയിപ്പ് നെറ്റ്വർക്കുകളും റഷ്യയ്ക്ക് സ്വന്തമാണെന്ന് പുടിൻ വ്യക്തമാക്കി. ഉപഗ്രഹ നിരീക്ഷണം, റഡാർ ശൃംഖലകൾ, തത്സമയ ഡാറ്റ വിശകലനം എന്നിവയിലൂടെ ഏതൊരു ഭീഷണിയും
ആദ്യ നിമിഷം തന്നെ തിരിച്ചറിയാനുള്ള ശേഷിയാണ് റഷ്യ കൈവശം വെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഇതിന് വിപരീതമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്വതന്ത്രവും സമഗ്രവുമായ സംവിധാനങ്ങൾ ഇല്ല എന്ന യാഥാർത്ഥ്യവും അദ്ദേഹം തുറന്നുകാട്ടി. ഈ അവസ്ഥ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൻ്റെ അടിസ്ഥാന സുരക്ഷാ ദുർബലതയെ നഗ്നമായി വെളിപ്പെടുത്തുന്ന ഒന്നാണ്. സ്വന്തം സുരക്ഷാ നിർണയങ്ങൾ സ്വതന്ത്രമായി എടുക്കാൻ കഴിയാത്ത വിധം യൂറോപ്പ് പൂർണ്ണമായും നാറ്റോയുടെ, അതിലുപരി അമേരിക്കയുടെ തീരുമാനങ്ങളിൽ ആശ്രയിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. ഒരു യഥാർത്ഥ പ്രതിസന്ധി വന്നാൽ അമേരിക്കയുടെ മുൻഗണനകൾ മാറിയാൽ ഈ സുരക്ഷാ കുടയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. റഷ്യയുടെ തന്ത്രപരമായ ആണവശേഷികളെക്കുറിച്ചും പുടിൻ ശക്തമായ ഭാഷയിലാണ് സംസാരിച്ചത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ഉപയോഗിച്ച ബോംബുകളേക്കാൾ 3-4 മടങ്ങ് ശക്തിയുള്ള ആണവായുധങ്ങൾ ഇപ്പോൾ റഷ്യയുടെ കൈവശമുണ്ടെന്നും അവയിൽ പലതും യൂറോപ്യൻ ഭൂഖണ്ഡത്തെ നേരിട്ട് ലക്ഷ്യമിടാൻ ശേഷിയുള്ളവയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ പേടിക്കുന്നത് അമേരിക്കയും യൂറോപ്പും ഒരുമിച്ച്. അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നാലും റഷ്യയുടെ ശേഖരം അതിനേക്കാൾ വിപുലമാണെന്നും ഒരു ആയുധ മത്സരത്തിൽ റഷ്യ പിന്നിലാകില്ല എന്നുമുള്ള സന്ദേശമാണ് പുടിൻ നൽകുന്നത്. അതേസമയം താൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും സംഘർഷം നിയന്ത്രണാതീതമായാൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ ലോകത്തിനു തന്നെ വിനാശകരമായിരിക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നാൽ റഷ്യയെ നിരന്തരം പ്രകോപിപ്പിക്കുകയും അതിൻ്റെ സുരക്ഷാ ആശങ്കകൾ അവഗണിക്കുകയും ചെയ്താൽ അപകടങ്ങളുടെ സാധ്യത ഗണ്യമായി വർദ്ധിക്കുമെന്നത് അനിവാര്യമാണെന്നും പുടിൻ തുറന്നു പറയുന്നു. ഈ പശ്ചാത്തലത്തിൽ നാറ്റോയുടെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളും യൂറോപ്പിലെ അസ്വസ്ഥതകളും കൂടുതൽ വ്യക്തമായി പുറത്തുവരുന്നു. യുക്രൈനിനെ ചുറ്റിയുള്ള ചർച്ചകളിൽ യൂറോപ്യൻ നേതാക്കൾ ഐക്യം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥത്തിൽ അവരുടെ സുരക്ഷാ ആശ്രിതത്വം അമേരിക്കയിലാണെന്ന സത്യം മറക്കാനാകുന്നില്ല. അമേരിക്കയുടെ മുൻഗണനകൾ മാറുമ്പോൾ യൂറോപ്പ് ഒറ്റപ്പെടുമോ എന്ന ആശങ്കയാണ് പുടിൻ്റെ വാക്കുകൾ വീണ്ടും ഉയർത്തിക്കാട്ടുന്നത്. ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായി ഉയർന്നുവരുന്ന സന്ദേശം റഷ്യ ഒറ്റയ്ക്കല്ല എന്നത് തന്നെയാണ്. റഷ്യയ്ക്ക് ശക്തമായ രാഷ്ട്രീയ തന്ത്രപരമായ പിന്തുണയുമായി ഇറാൻ കൂടി മുന്നിട്ടു നിൽക്കുമെന്ന വിലയിരുത്തലാണ് റഷ്യൻ നയതന്ത്ര വൃത്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ഒരുപോലെ നേരിടുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഇന്ന് വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. സൈനികം, സാങ്കേതികം, നയതന്ത്രം എന്നീ തലങ്ങളിൽ അത് വ്യക്തമായ രൂപം കൈക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായാൽ റഷ്യയെ ഒറ്റപ്പെടുത്താമെന്ന പാശ്ചാത്യ കണക്കുകൂട്ടൽ തെറ്റാണെന്നും അത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ രാഷ്ട്രീയമായും തന്ത്രപരമായും റഷ്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാണ്. ഇറാന്റെ ഈ നിലപാട് വെറും 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമായി മാത്രമല്ല, അമേരിക്കൻ ആധിപത്യത്തെ തുറന്നുവെച്ച് ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ഭൗമരാഷ്ട്രീയ പുനഃക്രമീകരണത്തിൻ്റെ ഭാഗമായാണ് കാണപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിലും യൂറേഷ്യയിലും അമേരിക്കൻ ഇടപെടലുകൾക്ക് എതിരായി നിലകൊള്ളുന്ന ശക്തികൾ തമ്മിലുള്ള ഏകോപനം ശക്തമാകുന്ന സാഹചര്യത്തിൽ റഷ്യ ഇറാൻ ബന്ധം ഭാവിയിലെ ഏതൊരു സംഘർഷത്തിലും നിർണായക ഘടകമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യക്കെതിരായ ഏതൊരു സൈനിക നീക്കവും ഇനി ഒരു രാജ്യത്തെ മാത്രം ലക്ഷ്യമിടുന്നതല്ല, മറിച്ച് പരസ്പരം പിന്തുണയ്ക്കുന്ന ഒരു വിശാല സഖ്യത്തെ നേരിടുന്നതായിരിക്കും എന്ന മുന്നറിയിപ്പാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്. അവസാനമായി യൂറോപ്പിന് മുന്നിലുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കൂടുതൽ വ്യക്തവും കഠിനവുമാണ്. അമേരിക്കയുടെ അനിശ്ചിതത്വവും രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്ക് വിധേയവുമായ സുരക്ഷാ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി ആശ്രയിച്ചു നിൽക്കണോ, അല്ലെങ്കിൽ റഷ്യയുടെ സുരക്ഷാ ആശങ്കകൾ ഗൗരവമായി എടുത്ത് സംഘർഷം കുറയ്ക്കുന്ന യാഥാർത്ഥ്യബോധമുള്ള നയതന്ത്രപാത സ്വീകരിക്കണോ എന്നതാണ് ചോദ്യം. പുടിൻ്റെ വാക്കുകൾ ഭീഷണിയായി മാത്രമല്ല, മുന്നറിയിപ്പും ഉപദേശവും ചേർന്ന സന്ദേശമായാണ് വായിക്കപ്പെടേണ്ടത്. കാരണം ഒരു വലിയ ഏറ്റുമുട്ടലുണ്ടായാൽ അതിൻ്റെ ആദ്യവും ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരികയും യൂറോപ്പിനായിരിക്കും. അതിൽ നിന്ന് രക്ഷിക്കാൻ അമേരിക്ക തീർച്ചയായും മുന്നോട്ട് വരുമോ എന്ന സംശയം ഇന്നും അതേപടി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.